നമസ്കാരം. ക്ഷേത്രം പണിതാൽ നാട്ടിലെ പട്ടിണി മാറുമോ? ഈ ഒരു ചോദ്യം അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് സുപ്രീം കോടതി അനുമതി നൽകിയ അന്നു മുതൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇപ്പോഴിതാ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണിതതുകൊണ്ട് രാജ്യത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ് രാമജന്മഭൂമി തീർത്ഥക്ഷേത്രം. രാജ്യത്തിൻ്റെ നികുതി വരുമാനത്തിലേക്ക് ഇതുവരെ 400 കോടി രൂപയാണ് അയോധ്യ രാമക്ഷേത്രം സംഭാവന ചെയ്തിരിക്കുന്നത്. നികുതിയുമായി ബന്ധപ്പെട്ട റെക്കോർഡ് തുകയാണ് ഇത്. രാമക്ഷേത്ര നിർമ്മാണം അയോധ്യയുടെ മതപരമായ ഭൂപ്രകൃതിയെ മാത്രമല്ല, ഈ പ്രദേശത്തിൻ്റെ മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി അയോധ്യ രാമക്ഷേത്രം മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാമക്ഷേത്ര ട്രസ്റ്റ് ഏകദേശം 400 കോടി രൂപ നികുതിയായി സർക്കാരിലേക്ക് അടച്ചിട്ടുണ്ട്. ഇതിൽ 272 കോടി രൂപ GSTയും 39 കോടി രൂപ റോയൽറ്റിയുമായാണ് അടച്ചിട്ടുള്ളത്. കൂടാതെ 7.4 കോടി രൂപ ലേബർ ഫണ്ടിലേക്കും 4 കോടി രൂപ ഇൻഷുറൻസ് പോളിസികൾക്കും നികുതിയായി അടച്ചിട്ടുണ്ട്. സംസ്ഥാന കേന്ദ്ര ഖജനാവുകൾക്ക് ഗണ്യമായ സംഭാവനയാണ് ഈ നികുതി വഴി അയോധ്യ രാമക്ഷേത്രം നൽകിയിരിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ആരംഭഘട്ടം മുതൽ തന്നെ ഭൂമി രജിസ്ട്രേഷൻ, മാപ്പ് ക്ലിയറൻസ്, റവന്യൂ നികുതി എന്നിവയ്ക്കായി ട്രസ്റ്റ് 5 കോടി രൂപ ചെലവഴിച്ചിരുന്നു. ഭൂമി ഏറ്റെടുക്കലിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി 29 കോടി രൂപയാണ് ട്രസ്റ്റ് സർക്കാരിലേക്ക് നൽകിയിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ സമയത്തെ വൈദ്യുതി ബിൽ മാത്രം 10 കോടി രൂപയാണ് അടച്ചിട്ടുള്ളത്. നിലവിൽ ദിവസം തോറും വലിയ ഭക്തജന തിരക്കാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 5 കോടിയിലേറെ ഭക്തർ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട്. കൂടാതെ മഹാകുംഭമേള സമയത്ത് മാത്രമായി 1 കോടിയിലേറെ ഭക്തരാണ് രാമക്ഷേത്രത്തിൽ എത്തിയിരുന്നത്. അതിനാൽ തന്നെ ഇന്ന് ഉത്തർപ്രദേശിൻ്റെയും രാജ്യത്തിൻ്റെയും സാമ്പത്തിക ഭൂപടത്തിൽ ഒരു സുപ്രധാന സ്ഥാനമായി മാറിയിരിക്കുകയാണ് അയോധ്യ രാമക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന വിശേഷണത്തോടെ 28,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 161 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ ദിവസവും അയോധ്യയിലെത്തുന്നത്. 70.5 ഏക്കറിലാണ് ക്ഷേത്രം വ്യാപിച്ചു കിടക്കുന്നത്. 2020 ഓഗസ്റ്റ് 5-നാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത്. ശ്രീരാമനെ കൂടാതെ 7 ഉപക്ഷേത്രങ്ങളിലായി മറ്റു പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. വാത്മീകി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ, നിഷാദ രാജാവ്, ശബരി, അഹല്യ എന്നിവരാണ് ഈ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ.